ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആൽബിൻ അലോനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും രുചികരമായ ജാപ്പനീസ് പേരയ്ക്ക അല്ലെങ്കിൽ ജാപ്പനീസ് ഗുവ എന്നറിയപ്പെടുന്ന ഈ പേരയുടെ തൈ ഡ്രമ്മിൽ അല്ലെങ്കിൽ ചട്ടികളിൽ എങ്ങനെ വളരെ നന്നായിട്ട് വച്ചിട്ട് വേഗത്തിൽ ഫ്രൂട്ട് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പം നമ്മുടെ വിപണിയിൽ തായ്ലൻഡ് പേര, അതല്ലാന്നുണ്ടെങ്കിൽ കിലോ പേര, അങ്ങനെ പല ഇനത്തിലുള്ള പേരകൾ ലഭ്യമാണെങ്കിലും ഇപ്പം ഏറ്റവും കൂടുതൽ ട്രെൻഡിങ്ങും ഏറ്റവും രുചികരവും സ്വാദിഷ്ടവും അതുപോലെ തന്നെ ഏകദേശം 600 മുതൽ 800 ഗ്രാം വരെ വലിപ്പം വെക്കുന്നതുമായ ഒരു പേരയുടെ ഇനമാണ് ഈ ജാപ്പനീസ് പേര. അപ്പോൾ ഈ ജാപ്പനീസ് പേരയ്ക്ക് ശരിക്കും പറഞ്ഞത് ജപ്പാനുമായിട്ടൊരു ബന്ധമില്ല, ഗുജറാത്തിലുള്ള ഒരു പേരയുടെ ഇനമാണ് ഇതെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ എങ്കിലും നഴ്സറികളിൽ നമ്മുടെ നാട്ടിലുമൊക്കെ ഇതിപ്പോൾ അറിയപ്പെടുന്നത് ജാപ്പനീസ് ഗുവ എന്ന് തന്നെയാണ്. അപ്പോൾ ഇത് വൈറ്റ് കളറിൽ ഉണ്ട് എന്നുള്ളത് പറയുന്നുണ്ട്. ഇപ്പം നമ്മൾ മേടിച്ചേക്കുന്നത് റെഡ് കളറിൽ പെട്ടുന്ന ഒരു ജാപ്പനീസ് ഗുവയുടെ തൈയാണ്. അപ്പോൾ ഇപ്പോൾ ഇത്രയുള്ള തൈയാണ്. ഈ തൈക്ക് 400 രൂപയാണ് നമ്മളിപ്പോൾ മേടിച്ചപ്പോൾ ആയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വലിപ്പം അനുസരിച്ച് 800, 1000, 1500 വിലയുണ്ടെന്ന് പറയുന്നു. പക്ഷേ ഈ തൈക്ക് ഏകദേശം 400 രൂപയാണ് അയക്കുന്നത്. അപ്പോൾ ഇതേപോലെ നല്ല കരുത്തുള്ള ഒരു തൈ നട്ടിട്ട് നമ്മളിപ്പോൾ വെക്കുന്നത് പോലെ വെക്കുകയാണെങ്കിൽ വളരെ വേഗത്തിൽ ഏകദേശം 6 മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് ഫ്രൂട്ട് ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഈ പേരയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ കായ്കൾ ഒരു 2 or 3 ഉള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് കഴിക്കുന്നതിന് ഏറ്റവും സ്വാദിഷ്ടമായ ഇത് തന്നെയാണ്. അപ്പോൾ അത് തന്നെയാണ് ഈ പേരയുടെ ഏറ്റവും നല്ല പ്രത്യേകത. അപ്പോൾ ഇനി നമുക്ക് തൈ എങ്ങനെയാണ് നല്ല രീതിയിൽ പ്ലാന്റ് ചെയ്തിട്ട് വേഗത്തിൽ ഫ്രൂട്ട് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഈ പേരയുടെ തൈ നടുന്നത് ഇതേപോലെ ഒരു ചെറിയ പെയിൻറ്റിൻ്റെ ബക്കറ്റിലാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് വീട്ടിൽ സൗകര്യാർത്ഥം വലിയ ചട്ടികളിലോ അതല്ലെങ്കിൽ ഡ്രമ്മുകളിലോ നിലത്തോ സൗകര്യപ്രദമായ രീതിയിൽ ഇതേപോലെ നടാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ചട്ടികളിലോ അല്ലെങ്കിൽ ഡ്രമ്മുകളിലോ നടുകയാണെങ്കിൽ അധികം സ്ഥലമില്ലാത്ത ആളുകൾക്ക് ടെറസിലോ അല്ലെങ്കിൽ വീടിൻ്റെ മുറ്റത്തോ ഒക്കെ വെക്കാനായിട്ട് ഏറ്റവും നല്ലതാണ്. അപ്പോൾ അതേപോലെ തന്നെ പരിപാലിക്കുന്നതിനും വളരെ എളുപ്പം, നമുക്ക് വളപ്രയോഗത്തിനും എല്ലാത്തിനും എളുപ്പം ഇതേപോലെ ചെറിയ ഡ്രമ്മുകളിലോ അല്ലെങ്കിൽ ബക്കറ്റുകളിലോ വെക്കുന്നതാണ്. അപ്പം നമ്മൾ ആദ്യമായിട്ട് തന്നെ നല്ലൊരു ഇനം ബക്കറ്റ് അല്ലെങ്കിൽ ഡ്രമ്മ് ആദ്യം തന്നെ തിരഞ്ഞെടുക്കുക. അപ്പോൾ നമ്മളിവിടെ ജൈവ വളങ്ങളാണ് ഇതിന് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഇത് ആട്ടിൻ കാഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെയുള്ള ജൈവ വളങ്ങളാണെങ്കിൽ വളരെ സാവധാനത്തിൽ വലിച്ചിട്ട് തൈകൾക്ക് നല്ല കരുത്തും വലിയ ഫ്രൂട്ടും ഉണ്ടാവുന്നതിന് കാരണമാകുന്നുണ്ട്. പിന്നെ നമ്മൾ 1 കിലോളം എല്ലുപൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഈ എടുത്തിരിക്കുന്നത് കപ്പലണ്ടി കൊപ്ര, അതേപോലെ തന്നെ ഈ കടലപ്പിണ്ണാക്ക്, ഈ വേപ്പിൻ പിണ്ണാക്ക് എന്നിവ പൊടിച്ചതാണ്. അപ്പോൾ ഇതെല്ലാം പൊടിച്ച മിശ്രിതം നമുക്ക് മേടിക്കാൻ കിട്ടും. ഇത് 1 കിലോയിൻ്റെ വില എന്ന് പറയുന്നത് 40 രൂപയാണ്. എല്ലുപൊടിയുടെ വില 40 രൂപയാണ്. പിന്നെ ഇത് നമുക്ക് വീട്ടിൽ ഇഷ്ടമുണ്ടെങ്കിൽ അതിൽ കോഴിക്കാഷ്ടമോ എന്തെങ്കിലും ഉണ്ട് എങ്കിൽ നമുക്ക് ഇടാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് വെള്ളം പോകുന്നതിന് വേണ്ടി ഇതിന് താഴെ 3 or 4 ഹോളുകൾ ഇടുക എന്നുള്ളതാണ്, വെള്ളം കെട്ടി നിന്ന് തൈ ചീഞ്ഞു പോകാതിരിക്കാനായിട്ട്. പിന്നെ നമുക്ക് ഇതിപ്പോൾ കുറച്ചും കൂടി വലുതാവുമ്പോൾ പ്ലാന്റ് മാറ്റി നടേണ്ടതായിട്ട് വരും. അപ്പോൾ അടിയിൽ വേരുപിടുത്തം ഇല്ലാതെ പെട്ടെന്ന് ഈ മണ്ണ് ഉൾപ്പെടെ ഇത് പറഞ്ഞു കിട്ടുന്നതിനും അതുപോലെ തന്നെ വെള്ളം കെട്ടി നിൽക്കാതെ പെട്ടെന്ന് പോകുന്നതിന് വേണ്ടിയിട്ടും നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് കട്ടയുടെ കഷ്ണങ്ങളോ അല്ലെങ്കിൽ ഇഷ്ടിക കഷ്ണങ്ങളോ എന്തെങ്കിലും ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിവിടെ ഇടുന്നത് നമുക്ക് കുറച്ച് കല്ലിൻ്റെ കഷ്ണങ്ങൾ ഇതിൻ്റെ അടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ മണ്ണിന് ഇളക്കം കിട്ടാനും അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ ഇത് കിട്ടാനും വേണ്ടിയിട്ട് കുറച്ച് കരിയിലയുടെ ഇത് നമ്മൾ ഇതിൻ്റെ അടിയിലായിട്ട് കുറച്ച് കരിയില നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ മണ്ണായിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് അധികം കട്ട പിടിക്കാത്ത മണ്ണ് വേണം ഉപയോഗിക്കാനായിട്ട്. അതേപോലെ തന്നെ വീട്ടിൽ ചകിരിച്ചോറൊക്കെ ലഭ്യമാണെങ്കിൽ ഈ മണ്ണ് ചകിരിച്ചോറായിട്ട് മിക്സ് ചെയ്യുന്നത് മണ്ണ് കട്ട പിടിക്കാതിരിക്കാൻ വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ കരിയില കമ്പോസ്റ്റും ഇതൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് ചകിരിച്ചോറ് ഉപയോഗിക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചകിരിച്ചോറ് ഇതിൻ്റെ ഒപ്പം ഉപയോഗിക്കുന്നതാണ്. അതേപോലെ തന്നെ മണലുണ്ടെങ്കിൽ മണൽ അതിന് പകരമായിട്ട് മിക്സ് ചെയ്യാവുന്നതാണ്. അതായത് ഇതിൻ്റെ എല്ലാം ഒരു ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് മണ്ണ് കട്ട പിടിക്കാതെ വേര് പായുന്നതിനുള്ള ഒരു ഇത് ചെടിക്ക് ലഭ്യമാകുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ മണ്ണ് ഇനിയും ഈ ചാണകപ്പൊടിയും അതായത് ഈ ആട്ടിൻ കാഷ്ടവും എല്ലാം കൂടിയുള്ള ഇതായിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം.
അപ്പോൾ ഇതിൻ്റെ ഒപ്പം നമ്മൾ എല്ലുപൊടി ഏകദേശം 1 കിലോ വരുന്ന എല്ലുപൊടി ഇതിൻ്റെ ഒപ്പം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറേ നാളത്തേക്ക് ഈ അടിവളം നന്നായിട്ട് കിട്ടുന്നതിന് ഇതേപോലെ എല്ലുപൊടി ഏറ്റവും നല്ലതാട്ടോ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതേപോലെ തന്നെ നമ്മൾ കപ്പലണ്ടി കൊപ്ര, വേപ്പിൻ പിണ്ണാക്ക് ഇതെല്ലാം എടുത്തത് നമ്മൾ ഇതിൻ്റെ ഒപ്പം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്ത ഈ മിശ്രിതം കുറച്ച് നമ്മുടെ ഡ്രമ്മിലേക്ക് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ വലിയ ഡ്രമ്മുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്തേക്ക് നടന്നതായിരിക്കും കുറച്ച് കൂടി നല്ലത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെറിയ ഒരു ഡ്രമ്മിലാണ്, അതായത് പെയിൻറ്റിൻ്റെ ബക്കറ്റിലാണ് നടുന്നത് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ പ്ലാന്റ് കവറിൽ നിന്ന് പൊട്ടിച്ച് ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്കിനി പ്ലാന്റിന് നന്നായിട്ട് വേരുകളൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇത് നല്ല വളമുള്ള മണ്ണിലേക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ നമുക്ക് ഫ്രൂട്ട് ഉണ്ടായി കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കിതിനെയും വെച്ച് കൊടുക്കാം. ഇനിയും ഇതിൻ്റെ ചുറ്റിലുമായിട്ട് മണ്ണിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മേടിച്ചു കൊണ്ടിരുന്ന കവറിൽ മണ്ണിന് നല്ല പശയുള്ളതാണെങ്കിൽ ഇതേപോലെ കൈകൊണ്ട് ഒന്ന് ഉടച്ചിട്ട് അതിൻ്റെ വേരുകൾ പുറത്തേക്ക് വരത്തക്ക രീതിയിൽ നമുക്ക് ഡ്രമ്മിലേക്ക് വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. സ്ഥലമുള്ള ആളുകൾക്ക് നല്ല സൂര്യപ്രകാശമുള്ള നിലത്ത് ഇതേപോലെ നടാവുന്നതാണ്. അപ്പോൾ നല്ലൊരു കുഴി എടുത്ത ശേഷം മണ്ണ് ഇതേപോലെ എല്ലുപൊടിയും മറ്റുമായിട്ട് മിക്സ് ചെയ്ത ശേഷം കുഴിയെടുത്ത് അതിനകത്ത് തൈ വെച്ചിട്ട് മണ്ണിട്ട് ഇതേപോലെ പ്ലാന്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വേറെ വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ സ്ഥലം കുറവുള്ള ആളുകൾക്ക് ഏറ്റവും ഭംഗിയായിട്ട് വളർത്താവുന്ന ഒരു ഇനം തന്നെയാണ് കേട്ടോ ഈ ജാപ്പനീസ് ഗുവ അല്ലെങ്കിൽ ജാപ്പനീസ് പേരയ്ക്ക. വളരെ വേഗത്തിൽ ഇതുമേ ഉണ്ടാവും. ഏകദേശം 6 മാസത്തിനുള്ളിൽ തന്നെ ഇതുമേ ഫ്രൂട്ട് ഉണ്ടായി തുടങ്ങുന്നതാണ്. അപ്പം നമ്മൾ എപ്പോഴും വിശ്വാസ്യതയുള്ളൊരു സ്ഥലത്ത് നിന്ന് ബഡ് ചെയ്തതോ അതല്ലെങ്കിൽ ലെയർ ചെയ്തതോ ഗ്രാഫ്റ്റ് ചെയ്തതോ ആയ തൈകൾ മാത്രം വാങ്ങുക. കായമുളപ്പിച്ച തൈ ആണെങ്കിൽ ഇത് വർഷങ്ങൾ കഴിഞ്ഞാൽ ഇതുമേ ഫ്രൂട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതുമേ ആണെങ്കിൽ വളരെ വേഗത്തിൽ നമുക്ക് ഫ്രൂട്ട് ഉണ്ടാവുന്നതാണ്. അപ്പോൾ പ്ലാന്റ് നമ്മൾ ഇതുപോലെ ചട്ടിയിലേക്കോ ഡ്രമ്മിലേക്കോ നട്ടതിന് ശേഷം നന്നായിട്ട് നനച്ച് കൊടുക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിൻ്റെ മണ്ണൊക്കെ നീക്കം ചെയ്തിട്ടാണ് ഇതിനകത്തേക്ക് വെച്ചിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ദിവസം വേണമെങ്കിൽ ഒന്ന് തണലുള്ള ഏരിയയിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഒന്ന് കൂമ്പെടുത്തതിന് ശേഷം നല്ല സൂര്യപ്രകാശത്തേക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ തന്നെ മരമുന്തിരിയുടെ തൈ നമ്മൾ ഡ്രമ്മിൽ നട്ടേക്കുന്നതാണ്. അപ്പോൾ ഇത് ഏകദേശം നട്ട് ഒരു 6 മാസം കഴിഞ്ഞപ്പോഴേക്കും ഇതിമൊക്കെ നിറയെ ഫ്രൂട്ട് ഉണ്ടായി തുടങ്ങി കേട്ടോ. ഇപ്പോൾ നമ്മൾ ഫ്രൂട്ട് പറിച്ചെടുത്തേക്കേണ്ടതാണ്. ഇപ്പോൾ നിറയെ പൂത്ത് നിൽക്കുന്നതായിട്ട് കാണാം. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ നല്ല വളപ്രയോഗത്തിലൂടെയാണ് പ്ലാന്റ് ഇതേപോലെയുള്ള ഡ്രമ്മുകളിലേക്ക് മാറ്റി നടുന്നതെങ്കിൽ നമുക്ക് വളരെ വേഗത്തിൽ ഇപ്പോൾ വളർന്ന് വളരെ വേഗത്തിൽ തന്നെ ഫ്രൂട്ട് ഉണ്ടാകുന്നതാണ്. അപ്പോൾ തൈ എങ്ങനെയാണ് നടുന്നതെന്നുള്ള വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ വരുന്നവരെ ബൈ ബൈ.